അള്ളാഹുവിൻ്റെ അടിമകളായിട്ടുള്ള സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് അവരുടെ പ്രത്യേകത എന്താണ് എന്നതാണ് തൊട്ടടുത്ത ആയത്തിൽ ഒരു വിശ്വാസിയിലുണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും നല്ല ഒരു പ്രത്യേകതയാണ് അള്ളാഹു ഈ ആയത്തിലൂടെ വിശദീകരിക്കുന്നത്. അല്ലദീന യസ്തമിഊനൽ ഖൗല, അവർ വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി സംസാരം കേൾക്കുന്നതാണ്. മാത്രമല്ല ഫയത്തബിഊന അഹ്സനഹു, അതിലേറ്റവും നല്ലതിനെ അവർ ഉൾക്കൊള്ളുകയും പിൻപറ്റുകയും ചെയ്യുന്നു. എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് ഉലൈകല്ലദീന ഹദാഹുമുല്ലാ, അവരാകുന്നു അള്ളാഹു മാർഗദർശനം നൽകിയിട്ടുള്ള ആളുകൾ. വ ഉലൈകഹും ഉലുൽ അൽബാബ്, അവരാണ് ബുദ്ധിമാന്മാർ എന്നാണ് ഈ ആയത്തിൻ്റെ ആശയമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, ഇങ്ങനെ ഈ അടുത്ത് നമ്മൾ നടത്തുന്ന രണ്ടാമത്തെ ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. എത്രയോ കാലമായി ശരിയായ ആദർശത്തെ കേൾക്കുവാനും ആ തൗഹീദിൻ്റെ ആദർശത്തെ മനസ്സിലാക്കുവാനും ഭാഗ്യം ലഭിച്ച ആളുകളാണ് എടത്തനാട്ടുകരയിലെ മുജാഹിദ് പ്രവർത്തകർ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ മാസത്തിൽ കാലം തേടുന്ന ഇസ്ലാഹ് എന്ന പ്രമേയത്തിൽ പാലക്കാട് ജില്ലാ സമിതി സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാം, അതിൽ ഇസ്ലാഹി പ്രസ്ഥാനം നാളിതുവരെ പുലർത്തിപ്പോന്ന ആദർശത്തെ സംബന്ധിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തിയപ്പോൾ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് ആദർശത്തെ വക്രീകരിച്ച ഒരു വിഭാഗത്തെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തെ കൃത്യമായി മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ അതിൻ്റെ ശരിയായ വശത്തെ ബോധ്യപ്പെടുത്തുക എന്നതാണ് രണ്ടാമത്തെ ഒരു പ്രോഗ്രാമായി ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുവാനുള്ള കാരണം. പ്രിയപ്പെട്ട സുഹൃത്ത് TK അഷ്റഫ് മാഷ് അന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ AP അബ്ദുൽ ഖാദിർ മൗലവി പരാമർശിച്ചതുപോലെ ആവറേജിന് മുകളിൽ ബുദ്ധിയുള്ളവരാണ്, അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ അംഗീകരിക്കുന്ന, തൗഹീദ് അംഗീകരിക്കുന്ന ആളുകളെ ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല എന്നാണ്. അതേപോലെ തന്നെ അതിൽ അദ്ദേഹം കോട്ട് ചെയ്ത ഒരു കാര്യം, യാഥാസ്ഥിക വിഭാഗത്തിൻ്റെ അണികളല്ല, യഥാർത്ഥത്തിൽ മുവഹിദുകളാണ് എടത്തനാട്ടുകരയിലുള്ള ആളുകൾ എന്നാണ്. ഇത് പ്രിയപ്പെട്ട AP അബ്ദുൽ ഖാദിർ മൗലവി അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം അന്നത്തെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള ഒരു പരാമർശമാണ് എന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ TK അഷ്റഫ് നടത്തിയത്, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, 25 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഘടനാ പ്രശ്നം അന്ന് അതിന് സാക്ഷികളല്ലാത്ത പുതിയ തലമുറക്ക് മുമ്പിൽ തെറ്റിദ്ധരിപ്പിച്ച് എന്തെങ്കിലും നേടാം എന്ന് ആരും വിചാരിക്കേണ്ടതില്ല എന്നതാണ്. മർക്കസ് ദഅവ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാഹിൻ്റെ ആദർശത്തെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഒരു വിചാരം ഞങ്ങൾക്കില്ല എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. കാരണം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശം നെഞ്ചോട് ചേർത്ത് വെച്ച, ആദർശമറിയുന്ന പഴമക്കാരിൽ തന്നെയാണ് ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയുമുള്ളത്. 25 വർഷങ്ങൾക്ക് മുമ്പ് സംഘടനാ പ്രശ്നങ്ങളുണ്ടായി,
ആദർശ വ്യതിയാനം സംഭവിച്ച് ആ വ്യതിയാനം വന്ന ആദർശത്തെ ബോധ്യപ്പെടുത്തി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സമൂഹത്തോട് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിൻ്റെ പാരമ്പര്യത്തെയോ അതല്ലെങ്കിൽ അതിൻ്റെ നവോത്ഥാന ചലനങ്ങളെയോ സംബന്ധിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്നത് കൃത്യമായി ബോധ്യമുള്ള ഒരാളുകൾ തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ആദർശം അത് വൈകാരികമായി പോയിട്ട് കാര്യമില്ല എന്നതാണ്. പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറയാനുള്ളത്, ആദർശം നെഞ്ചോട് ചേർത്ത് പിടിച്ചവർക്ക് ആ ആദർശത്തെ വക്രീകരിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ പച്ചയായി ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തെ വക്രീകരിക്കപ്പെടുമ്പോൾ വൈകാരികമായി പോകും അവരുടെ പലതും എന്നാണ്, അതൊരു യാഥാർത്ഥ്യമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യം, അന്ന് കഴിഞ്ഞ അവരുടെ പ്രോഗ്രാമിൽ പറഞ്ഞ യാഥാർത്ഥ്യം നമ്മൾ ആ ക്ലിപ്പൊന്ന് അല്ലെങ്കിൽ ആ സംസാരമൊന്ന് പ്രിയപ്പെട്ട ആളുകൾ, ആദർശത്തെ സ്നേഹിക്കുന്ന ആളുകൾ അതൊന്ന് ശരിയായി ശ്രദ്ധയോടുകൂടി കേട്ടാൽ മനസ്സിലാകുമെന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രയോഗമുണ്ട്, എന്താണെന്നറിയോ? എടത്തനാട്ടുകരയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട്, അതായത് പൂർവീകരായ നമ്മുടെ പിതാക്കൾ, ആ പൂർവീകരായ ആളുകൾ ഈ ആദർശം ഇവിടെ വളരാൻ അവർ സഹിച്ച ത്യാഗം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ജനങ്ങൾ സത്യം മനസ്സിലാക്കിക്കൊള്ളുമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല. നോക്കൂ നിങ്ങൾ, കാരണം എന്താ? AP പറഞ്ഞ ആവറേജിൽ നിന്ന് ആലോചനയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ആ സമൂഹത്തെ 22 വർഷം കൊണ്ട് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നാണ്, അല്ലെങ്കിൽ സമസ്തയുടെ ആ നിലവാരത്തിലേക്ക് തങ്ങളുടെ അണികളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. കൃത്യമായി നമ്മളൊന്ന് വായിച്ചാൽ മതി, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പുതിയ തലമുറക്ക് അവർ നൽകുന്ന ഇസ്ലാഹിൻ്റെ ആദർശമാണ് അല്ലേ? നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഏറ്റവും സങ്കടകരം എന്താണെന്നറിയോ? നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ എടത്തനാട്ടുകരയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഖുർആൻ ക്ലാസ് എടുക്കുന്ന നമ്മുടെ സഹോദരൻ ഹംസക്കുട്ടി സലഫി, അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾ യൂട്യൂബിൽ കിട്ടും, ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മുടെ പണ്ഡിതന്മാർ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്നാണ്. അലി മദനിയെ പോലെയുള്ള, ജാബിർ റഹ്മാനിയെ പോലെയുള്ള, അതേപോലെ തന്നെ കരിമ്പുലാക്കലിനെ പോലെയുള്ള ആളുകളൊക്കെ ഖുർആനിൻ്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുന്നു എന്നാണ്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം, എന്നെ ജിന്നേ എന്ന് വിളിച്ചു. വളരെ സങ്കടത്തോടെ വൈകാരികമായി അദ്ദേഹം സംസാരിച്ചത് അങ്ങനെയാണ്. നോക്കൂ നിങ്ങൾ, അങ്ങനെ ആരെങ്കിലും അദ്ദേഹത്തെ ജിന്നേ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വല്ല കഴമ്പുമുണ്ടോ എന്നെ വിളിക്കുന്നതിൽ എന്ന് ആലോചിക്കാനാണ് ആ സമയം അദ്ദേഹം കാണേണ്ടത് എന്നാണ് ഒരു അനിയൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തോട് ഓർമ്മപ്പെടുത്താനുള്ളത്. നവംബർ 28 കഴിഞ്ഞ മാസം അവർ നടത്തിയ പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹം TK അഷ്റഫിൻ്റെ സംസാരത്തിന് ശേഷം 2 ആളുകൾ മണിക്കൂറുകൾ എടുത്തുകൊണ്ട് സംസാരിച്ച് അതിൻ്റെ ആകത്തുക എന്താ? അതിൻ്റെ ആകത്തുക ജിന്ന് കയറും എന്നാണ്, സിഹർ ബാധിക്കും എന്നാണ്. വിജനപ്രദേശത്ത് വെച്ച് ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അത് ഹദീസാണ്. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട ആ സഹോദരനോട് സൂചിപ്പിക്കാനുള്ളത്, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഞാൻ ഖുർആൻ ക്ലാസ് എടുക്കുന്നു, അതൊരു വലിയ ഗുണ. പക്ഷേ ഇവിടെ അതൊന്നും അദ്ദേഹം പറയുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ ക്ലാസ് എടുക്കുന്നിടത്തൊന്നും ഞാൻ എൻ്റെ ആദർശത്തെ പറ്റി പറയുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ചോദിക്കാനുള്ളത്, യാ ഇബാദല്ലാ അഈനൂനി എന്ന ഹദീസിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് ഖുർആൻ ക്ലാസ്സുകളിൽ അദ്ദേഹം കൃത്യമായി പറയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ജിന്ന് കയറുമെന്ന വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ് എന്ന് അദ്ദേഹം കൃത്യമായി പറയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആൻ ക്ലാസ്സുകൾ എന്തിനാ? ഖുർആൻ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് അവിടെ ശരിയായ ആദർശത്തെ ആളുകളിലേക്ക് എത്തിക്കാനാണ്. മാത്രമല്ല 2 മണിക്കൂർ ഇത്തരത്തിലുള്ള വ്യതിചലിച്ച ആദർശം ആ സ്റ്റേജിലിരുന്ന് കേട്ടിട്ട് അതിനുശേഷം എഴുന്നേറ്റ് നിന്ന് അതല്ല ശരിയായ ആദർശമെന്ന് പറയാനുള്ള നിലപാടെടുക്കുകയായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അദ്ദേഹം അത് മുഴുവൻ കേട്ടിരുന്ന് അതിനൊക്കെ മൗനാനുവാദം നൽകി സപ്പോർട്ട് ചെയ്യുന്ന, അത് കാണുന്ന ആളുകൾ അദ്ദേഹത്തെ വിളിച്ച് ജിന്നെ എന്ന് പറഞ്ഞാൽ അതിൽ ആ വിളിച്ച ആളുകളോട് തെറ്റ് പറയാൻ കഴിയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ്
ആ ആദർശമല്ല അവർക്കെങ്കിൽ, മാലിക് സലഫിയും അതേപോലെ തന്നെ മൂസ സലാഹിയും ഒക്കെ സംസാരിച്ച ആദർശമല്ല അദ്ദേഹത്തിനെങ്കിൽ, അത് അവരുടെ രണ്ടുപേരുടെയും സംസാരത്തിന് ശേഷം എഴുന്നേറ്റ് നിന്ന് ഇതൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാടല്ല എന്ന് പറയാനുള്ള ആർജവമായിരുന്നു കാണിക്കേണ്ടത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതിലും വലിയ സങ്കടം എന്താണെന്നറിയോ? വലിയ സങ്കടം, വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതിപ്പോകുമ്പോൾ സൂറത്തുൻ നൂറിൽ ഒരു പരാമർശമുണ്ട്. ആരെ സംബന്ധിച്ച? ഒന്നാം ഖലീഫയായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച. എന്താ വിഷയം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന് നൽകിയിരുന്ന സഹായങ്ങളൊക്കെ ഞാൻ നിർത്തി എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവിടെ അള്ളാഹു ഇടപെട്ടുകൊണ്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളും വിട്ടുകൊടുക്കണം, നിങ്ങളും പുറത്തു കൊടുക്കണം എന്നാണ് അവിടെ പറഞ്ഞത്. എന്നാൽ അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ത്വായിഫിലേക്ക് പോകുന്നത്. ത്വായിഫിലേക്ക് പോയി ഉമ്മയുടെ നാടാ, ആളുകൾ സഹായിക്കും എന്നൊരു ധാരണയിലാണ് പോയത്. പക്ഷേ തിരിച്ചു വരുന്ന രംഗങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ശരീരത്തിൽ നിന്ന് ചോരയൊലിച്ച് കുട്ടികളെ വിട്ടുകൊണ്ട് പ്രയാസപ്പെടുത്തി വരുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പ്രയാസം കണ്ടുകൊണ്ട് അള്ളാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ അവിടേക്ക് പറഞ്ഞയച്ച് അവിടെ പ്രവാചകനോട് പറയുന്നുണ്ട്, പ്രവാചകരെ എന്ത് നിലപാടാണ് അവരോട് സ്വീകരിക്കേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ നിലപാട് സ്വീകരിക്കാനാണ് അള്ളാഹു എന്നെ പറഞ്ഞയച്ചത് എന്ന് പറയുമ്പോൾ അവിടെ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുമ്മഗ്ഫിർലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അള്ളാഹുവെ പുറത്തു കൊടുക്കണം കേട്ടോ, കാരണം എന്താ അറിയോ? എൻ്റെ സമൂഹം അവർ അറിവില്ലാത്തവരാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അബദ്ധമുള്ളവരോട് ചെയ്തത് അബദ്ധമാണെങ്കിൽ ഞാൻ പുറത്തു കൊടുക്കുകയില്ല എന്ന് ആളുകൾക്ക് മുമ്പിൽ പറയലല്ല. മയ്യത്ത് മെഹ്റാബിൽ കൊണ്ടുവന്നു വെച്ചാലും എന്നെ അങ്ങനെ വിളിച്ച ആളുകൾക്ക് ഞാൻ പുറത്തു കൊടുക്കുകയില്ല എന്നല്ല. ഓതുന്ന ആയത്തുകൾ നാട്ടുകാർക്കുള്ളതല്ല, ഞാൻ ഓതുന്ന ആയത്ത് എനിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ആ ആയത്ത് എനിക്ക് ബാധകമല്ല. എന്ന് പറഞ്ഞാൽ എന്താ? ധാരാളം ഖുർആൻ ക്ലാസ് എടുക്കുന്ന, അല്ലെങ്കിൽ നല്ല സമയത്ത് ഇതിനു വേണ്ടി സമയം ചെലവഴിച്ച, ഖുർആനിൻ്റെ മാതൃകയായി ജീവിക്കേണ്ടുന്ന, ഖുർആനിൻ്റെ ആ ആദർശവും നിർദ്ദേശങ്ങളും ആളുകളിലേക്ക് എത്തിക്കുന്ന ആളുകൾ എന്ത് തന്നെ സംഭവിച്ചാലും അവർക്ക് പ്രയാസകരമായതാണെങ്കിൽ പോലും പുറത്തു കൊടുക്കുമെന്ന് പറയേണ്ടതിന് പകരം മെഹ്റാബിൽ മയ്യത്ത് കൊണ്ടുവന്നു വെച്ചാൽ പോലും ഞാൻ പുറത്തു കൊടുക്കുകയില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ചോദ്യം പ്രിയപ്പെട്ട സഹോദരനോട് ഓർമ്മപ്പെടുത്തുക, അതഅ്മുറൂനന്നാസ ബിൽ ബിർ വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. ആയത്ത് വിശദീകരിക്കണ്ടല്ലോ. അതഅ്മുറൂനന്നാസ ബിൽ ബിർ, ജനങ്ങളോട് നിങ്ങൾ പുണ്യങ്ങൾ കൽപ്പിക്കുന്നു. വതൻസൗന അൻഫുസകും, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ആ ആയത്തുകളെ മറക്കുകയും ചെയ്യുന്നു. വഅൻതും തത്ലൂനൽ കിതാബ്, നിങ്ങൾ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവരല്ലേ. അഫലാ തഅഖിലൂൻ, ഒന്നുറ്റാലോചിച്ച് നോക്കിക്കൂടെ അല്ലേ? അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ. ഇത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരായത്താണ് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ ഓർമ്മ എല്ലാവർക്കും വേണം. അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ 2-3 പ്രാവശ്യം ആവർത്തിച്ചോതിയ ആയത്താ. ഈ ആയത്ത് ജനങ്ങൾക്കുള്ളതല്ല പ്രിയപ്പെട്ടവരെ, അത് വിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കുന്ന ഓരോരുത്തർക്കും ഉള്ളതാണ് എന്നാണ്. വിവേകം ആണ് ഉണ്ടാവേണ്ടത്, വികാരം കൊണ്ടൊരു കാര്യവുമില്ല എന്ന്. ഇപ്പോൾ നിങ്ങൾ പിന്നെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറഞ്ഞത് നമ്മൾ പറയിപ്പിച്ചവരാ. അതായത് മർക്കസ് ദഅവ വിഭാഗം അങ്ങനെ ഒരു പരിപാടി വെച്ചുകൊണ്ട് പറയിപ്പിച്ചതാണ്. 2002 തുടങ്ങിയിട്ടുണ്ട് ഈ പരിപാടി. ഞങ്ങൾ എന്താണെന്നറിയോ? ആദർശം പഴച്ചു പോയപ്പോൾ, ആദർശത്തെ വക്രീകരിച്ചപ്പോൾ, അവിടെ സിഹറും കണ്ണേറും ജിന്നുബാധയും എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് സംസാരിച്ചപ്പോൾ അന്ന് ഇവർ പറഞ്ഞത് എന്താ? ആരോപണങ്ങളാണ് എന്നാണ്. അതൊക്കെ മർക്കസ് ദഅവ വിഭാഗം ഞങ്ങൾ മേൽ നടത്തുന്ന ആരോപണങ്ങളാണ് എന്നാണ്. അന്ന് ഈ ആദർശത്തെ അറിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആലോചിക്കേണ്ടത്, അവർക്ക് ഓർമ്മയുണ്ടാകും അന്ന് ചോദിച്ച ചോദ്യങ്ങൾ. ആരോപണമാണോ? കൃത്യമായി മണിക്കൂറുകളാണ് എടത്തനാട്ടുകരയിൽ വെച്ചുകൊണ്ട് സിഹർ, അതേപോലെ തന്നെ കണ്ണേറ്,
അതേപോലെ തന്നെ അതിൻ്റെ പ്രതിവിധി ഒക്കെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്, ഹദീസുകൾ എന്ന പേരിൽ പല അറബിയും വായിച്ചുകൊണ്ട്, അതേപോലെ തന്നെ നമ്മൾ ആലോചിക്കുക, നിങ്ങൾ ടി കെ അഷ്റഫ് പറഞ്ഞതുപോലെ അതിനുശേഷം കടന്നു വന്ന പുതിയ തലമുറക്ക് ഇത് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. ആദർശം എന്താണെന്നുള്ളത് അത് അവരുണ്ടാക്കിയ ആദർശ, അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അവരെ ശരിയായി അല്ലെങ്കിൽ അതാണ് അവരെ ശരി മനസ്സിലാക്കിക്കാൻ കഴിയില്ല എന്ന് വളരെ ഉഷാറായിക്കൊണ്ട് നിങ്ങൾ വ്യാമോഹിക്കണ്ട എന്ന് ആ സംസാരത്തിൽ ടി കെ അഷ്റഫ് പറഞ്ഞത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം എന്തറിയോ, സത്യം മനസ്സിലാക്കിക്കൊള്ളുമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമസ്തയേക്കാൾ മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് തൻ്റെ അണികളെ അവർ അവിടേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, വിഷയങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഇവിടെ പറയുന്ന അലി മദനി മുറയൂർ അദ്ദേഹം ആദ്യത്തെ സെഷനാ. അത് കഴിഞ്ഞാൽ ജാബിർ റഹ്മാനി പറയുന്നുണ്ട് ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത് കഴിഞ്ഞാൽ കരിമ്പുലാക്കലിൻ്റെ സംസാരമുണ്ട്. ആ സംസാരങ്ങൾ വളരെ കൃത്യമായി നമ്മളൊന്ന് കേൾക്കണം, എന്നിട്ടോ വിലയിരുത്തണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ യസ്തമിഊനൽ ഖൗല, ആ വാക്കുകളെ അവർ ശരിയായി മനസ്സിലാക്കും. പിന്നെ അതിനിടയിൽ പരാമർശിക്കാതെ പോകാൻ കഴിയില്ലല്ലോ. ഒരു വിഭാഗമാണ് സി ഡി വിഭാഗം. സി ഡി വിഭാഗത്തിൻ്റെ അവസ്ഥ എന്താ? അലിമദിനെ അത് വിശദമായിട്ട് പറയുമെന്നാണ് വിചാരിക്കുന്നത്. AP നമ്മുടെ പാലക്കാട് സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കഥ, ആ കഥ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. AP അബ്ദുൽ ഖാദർ മൗലവി മർഹൂം അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്. അതെന്താണെന്നറിയോ? 3 ഭ്രാന്തന്മാരെ സംബന്ധിച്ച. ആ 3 ഭ്രാന്തന്മാരെ നാട്ടുകാരൊക്കെ കൂടിയിട്ട് കൊണ്ടുപോയിട്ട് ഒരു ഡോക്ടറെ കാണിച്ചു, അവിടെ ചികിത്സിച്ചു. അങ്ങനെ അവരുടെ രോഗം മാറിയോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യാണ്, അവരെ 3 പേരെയും അവർക്ക് 3 കസേരകൾ നൽകിയിട്ട് ഇത് സൈക്കിളാണ്, ചവിട്ടിക്കൊള്ളി എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ 2 പേര് നല്ല ഉഷാറായിട്ട് സൈക്കിൾ ചവിട്ടി. ആ സൈക്കിൾ ചവിട്ടിയപ്പോൾ ഡോക്ടർക്ക് ഒരു പ്രതീക്ഷ, ഒരാൾ സൈക്കിൾ ചവിട്ടാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അയാൾക്ക് മാറ്റം ഉണ്ടാവും എന്നാണ് ഡോക്ടർ വിചാരിച്ചത്. ഡോക്ടർ ചോദിച്ചു, എന്തെങ്കിലും സൈക്കിൾ ചവിട്ടാത്തത്? അവർ പറഞ്ഞു, ഞാൻ സൈക്കിള് പോണത് ഇപ്പോൾ ഇറക്കത്തിൽ ചവിട്ടേണ്ടതില്ല എന്ന് പറഞ്ഞ് ഈ 2 ആളെക്കാളും വലിയ ഭ്രാന്ത ആർക്കുള്ളത്? 3ാമത്തെ ആൾക്ക്. എന്ന പോലെയാ ഐക്യപ്പെട്ട് മർക്കസ് ദഅ്വ വിഭാഗത്തിൻ്റെ കൂടെ നിന്ന ആളുകൾ അവരുടെ കൂടെ ചേർന്നപ്പോൾ ചെറിയൊരു സമാധാനം ഉണ്ടായിരുന്നു. അവർ ഈ ആദർശത്തിലേക്ക് വരും, തൗഹീദിൻ്റെ ശരിയായ ആദർശത്തിലേക്ക് വരുമെന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അൻസാർ ശരിയായ ആദർശം പറഞ്ഞുകൊണ്ടൊരു ജുമാ ഖുത്ബ പറഞ്ഞപ്പോൾ ആ മണിക്കൂർ വെച്ചുകൊണ്ട്, അടുത്ത ഖുത്ബക്ക് പോലും സമയം കൊടുത്തില്ല, മണിക്കൂർ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് അബദ്ധമാണ്, ലോകത്ത് ഞാൻ പ്രസംഗിച്ചത് അബദ്ധമാണ്, അല്ലെങ്കിൽ ഖുത്ബ പറഞ്ഞത് അബദ്ധമാണ് എന്ന് ആദ്യം പറഞ്ഞ് ഗിന്നസ് ബുക്കിൽ ആരെങ്കിലും പേരെഴുതാൻ പറ്റുമെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പേരെഴുതേണ്ടി വരുമെന്നാണ് അല്ലേ? അവിടെ പറഞ്ഞ ഒരു സ്ഖലിതല്ല, അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കിയ ഒരു ആദർശം പറഞ്ഞതാ. പക്ഷേ ആ ആദർശം ആ കൂട്ടത്തിൽ നിന്നാൽ പറയാൻ പറ്റൂല, അവർക്കൊപ്പിച്ച് പറയണം. അതുകൊണ്ടാണ് ജാഫർ വാണിമേൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്, അവിടെ നിന്നാൽ കഴിയില്ല. ഇങ്ങനെ കുറേ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇത് ആ ശരിയായ ആദർശം മുറുകെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ചെറിയ സംഘ ആർക്കും വന്നു ചേരാം. ഇനി ഇതിലേക്ക് വന്നോളണമെന്നില്ല, നിൽക്കലൊക്കെ അവിടെ നിന്നാലും ആദർശം ഇതായിരിക്കണം എന്ന് മാത്രമാണ് പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്.